ഹായ് സ്റ്റുഡൻസ്, എസ് എൽ ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രിസിറ്റി എന്ന ഒരു പാർട്ടാണ് നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ ആദ്യ ഭാഗം എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ തുടങ്ങുമ്പോഴും പറഞ്ഞിരുന്നു. സ്റ്റഡി ഓഫ് ചാർജസ് ആണ്. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന അടുത്ത ചാപ്റ്ററാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, ആദ്യത്തെ ചാപ്റ്ററിൻ്റെ അത്ര ലെങ്തി അല്ല, ഇതിൽ കുറച്ചും കൂടിയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കഴിയുന്ന തരത്തിലേ ഉള്ളൂ. എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ മോഡലാണ് നമ്മൾ ഈ ചാപ്റ്ററും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ക്വസ്റ്റ്യൻസായിട്ട് മുന്നോട്ട് പോവാണ്. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഡിഫൈൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. Two charges 2 microcoulomb and 4 microcoulomb are separated by 8 cm. Calculate total potential at the center. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് കാണിക്കുന്ന ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്, അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നത്. ഡിഫൈൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ടാണ് ഈ ഐഡിയ പറയുക. നമുക്കൊരു ചാർജ് ഉണ്ട് എന്ന് വിചാരിക്കാം, ഒരു പോയിന്റ് ചാർജ്. ആ പോയിന്റ് ചാർജിന് ചുറ്റും ആ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക, അല്ലേ? ഒരു ചാർജിന് ചുറ്റുമുള്ള ആ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. ഞാൻ നിങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊരു മാഗ്നറ്റ് എടുത്താൽ മാഗ്നറ്റിന് മറ്റൊരു അയൺ പീസിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ഉണ്ടാവും ആ മാഗ്നറ്റിന് ചുറ്റും. കുറേ ദൂരത്തിൽ നമ്മൾ ആ അയൺ പീസിനെ വെച്ചാൽ അട്രാക്ഷൻ കാണില്ല, അല്ലേ? അപ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ ചാർജ് എടുത്താൽ ചാർജിന് ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമാണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഈ ഫീൽഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്യുക. ഈ ഫീൽഡിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ എന്താണ് ആ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ? അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ആ പോയിന്റിലേക്ക് നമ്മുടെ ഈ ഒറിജിനൽ ചാർജിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം, ആർ. എന്നിട്ട് പറയുന്നു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് is defined as the work done to bring a unit positive charge from infinity to that point. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഞാൻ അതിനൊന്ന് വേർഡ് ബൈ വേർഡ് ഞാനൊന്ന് പറഞ്ഞു തരാം. ആദ്യം പറയുന്നു ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ. അതൊരു വർക്കിന് ഈക്വൽ ആണ്. എന്തിനുള്ള വർക്കാണത്? ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ +1 കൂളംബ് എന്ന് പറയാം. യൂണിറ്റ് മീൻസ് 1, പോസിറ്റീവ് ആയിരിക്കണം. ടെസ്റ്റ് ചാർജ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ചാർജാണത്. ഫ്രം ഇൻഫിനിറ്റി, അതിനെ നമുക്ക് എവിടെ നിന്ന് ബ്രിങ് ചെയ്യണം? ഇൻഫിനിറ്റിയിൽ നിന്ന്. എവിടെയാണ് ഈ ഇൻഫിനിറ്റി? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഫീൽഡിന്റെ ഔട്ട്സൈഡ് ഉള്ള ഏത് പോയിന്റിനെയും നമ്മൾ എ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ എവിടെയോ ഈ ഫീൽഡിന്റെ ഔട്ട്സൈഡ് ആയിക്കൊണ്ട് ഒരു +1 കൂളം ചാർജ് ഉണ്ടായിരുന്നു. ആ ഇൻഫിനിറ്റ് പോയിന്റിൽ നിന്ന് ഈ ചാർജിനെ യൂണിഫോം ആയിട്ട് ഇവിടത്തേക്ക് ബ്രിങ് ചെയ്ത് കൊണ്ടുവരാൻ ടോട്ടലി എത്ര വർക്ക് ചെയ്യേണ്ടി വരും? ഈ വർക്കിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഫോഴ്സും വർക്കുമാണ് ഫിസിക്സിൻ്റെ എല്ലാ കോൺസെപ്റ്റിൻ്റെയും ബേസ്. നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ ഫോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് 4 ഫോഴ്സുകളാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ എന്നറിയപ്പെടുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ഫോഴ്സ്. ഓക്കെ, ഇതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും ഒക്കെയാണ് +1 +2 ലെവലിൽ നമ്മൾ കൂടുതലും കാണുന്ന ഫോഴ്സുകൾ, അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് എന്ന സാധനമാണ്. ഞാൻ ഈ പേനയെ ഈ മാർക്കറിന് ഇവിടെ വെച്ചാൽ ഉണ്ടോ, അതവിടെ നിൽക്കില്ല, അത് താഴേക്ക് വീഴും. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അട്രാക്ഷനാണ്. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്, നമുക്ക് എല്ലാവരും നിൽക്കാനും ഇരിക്കാനും നടക്കാനും ഒക്കെ പറ്റുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്, അല്ലേ? അപ്പോൾ ഈ ഫോഴ്സ് നമ്മുടെ നാച്ചുറൽ ഒരു ഫണ്ടമെന്റൽ ഫോഴ്സാണ്. നമ്മുടെ ലൈഫ് തന്നെ സാധ്യമാകുന്നത് അതുകൊണ്ടാണ്. ഈ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു മാസിനെ, എന്തെങ്കിലും ഒരു ബോഡിയെ എനിക്കൊരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുവെക്കണം. ഓക്കെ, എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം, ഒരു കല്ല് ഞാൻ എടുത്ത് പൊക്കിയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുവെക്കുകയാണ്. ഞാൻ അതിനൊരു വർക്ക് ചെയ്യേണ്ടി വരും, അല്ലേ? ആ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് വർക്ക് അവിടെ ആവശ്യം വന്നത്. ഇതേ ഒരു സിറ്റുവേഷൻ ഗ്രാവിറ്റേഷനിൽ പറയുന്ന ഈ കോൺസെപ്റ്റുകളെല്ലാം നമുക്ക് ഇലക്ട്രിക് ഫീൽഡിലും പറയാം.
അവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡും മാസുമാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്ത് പറയുന്നതെങ്കിൽ ഇലക്ട്രിസിറ്റിയിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡും ചാർജുകളുമാണ് വരിക എന്ന് മാത്രം. അപ്പൊ അതുപോലെ മാസിനെ മൂവ് ചെയ്യിക്കാൻ വർക്ക് വേണ്ടതുപോലെ പലതരത്തിലുള്ള ചാർജുകളെ മൂവ് ചെയ്യിക്കാനും വർക്കുണ്ട്. ആ ചാർജിനെ മൂവ് ചെയ്യുന്ന വർക്കിനെയാണ് ആക്ച്വലി നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 1 കൂളംബ് എന്ന് പറയുന്ന ഒരു റെഫറൻസ് ചാർജ് എടുക്കുന്നു. ഈ റെഫറൻസ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇതൊരു ഡെറിവേഷൻ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇത് കുറച്ചൊരു ലെങ്തി ഡെറിവേഷൻ ആണ്. അതിങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നാൽ ഈ വർക്ക് ഒരു ഇന്റഗ്രേഷൻ മെത്തേഡിലൂടെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അത് ചെയ്ത് വന്നാൽ അവസാനം കിട്ടുന്ന ഇക്വേഷൻ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ നമ്മൾ വി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ആ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു: -1/4πε0 × Q/R എന്നായിരിക്കും ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ചാർജ് Q. ഇതാണ് നമുക്ക് പൊട്ടൻഷ്യൽ കാണേണ്ട ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ക്യൂവും ആറിന്റെയും അടിസ്ഥാനത്തിൽ ഇത് 1/4πε0 ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. നമുക്കറിയാം ഈ നെഗറ്റീവ് സിമ്പിൾ കാണിച്ചത് ഇവിടെ നടന്ന വർക്ക് നെഗറ്റീവ് വർക്ക് എന്നാണ്. പലപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ന്യൂമറിക്കലി പറയുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഒരു കോൺസ്റ്റന്റും ദെൻ ചാർജും ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസും അറിഞ്ഞാൽ ഈ ചാർജിന്റെ വാല്യൂ അറിയണം, എത്ര ദൂരത്തിലാണ് നമുക്ക് പൊട്ടൻഷ്യൽ കാണേണ്ട പോയിന്റ് എന്ന് അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല വെച്ച് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ. ദെൻ അതിൻ്റെ കൂടെ തന്നെ അടുത്ത വന്ന ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി ഒരു ചാർജ് അറേഞ്ച്മെന്റ് തന്നിരിക്കുന്നു. അത് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. 2 മൈക്രോ കൂളംബ് ആൻഡ് 4 മൈക്രോ കൂളംബ്. അത് ടോട്ടലി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 8 സെന്റിമീറ്ററിലാണ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നു ഇതിന്റെ മിഡ് പോയിന്റിലെ സെന്ററിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എത്ര. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടു പൊട്ടൻഷ്യൽ കാണുന്ന ഫോർമുല ഇങ്ങനെയായിരുന്നു: V = 1/4πε0 × Q/R. അപ്പോൾ ചാർജ് അറിയണം, പൊട്ടൻഷ്യൽ കാണേണ്ട പോയിന്റിലേക്ക് ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസും അറിയണം. അപ്പോൾ ഇവിടെ 2 ചാർജ് ഉണ്ടല്ലോ. അപ്പോൾ 2 ചാർജ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഫോർമുല 2 തവണ എഴുതേണ്ടി വരും. അപ്പം നമ്മളൊന്നത് V1 എന്ന് പറയും, മറ്റേ നമ്മൾ V2 എന്ന് പറയും. അപ്പോൾ V1 എടുക്കുമ്പോൾ ചാർജ് Q1/R1 ആകും. ഈ കോൺസ്റ്റന്റ് എന്തായാലും മാറുന്നില്ല. V2 എടുക്കുമ്പോൾ വീണ്ടും കോൺസ്റ്റന്റ് ഇങ്ങനെ തന്നെ 1/4πε0 Q2/R2. ഓക്കെ, അതിലെ Q1 ആണ് 2 മൈക്രോ കൂളം. R1 ഇതാണ് പലരും തെറ്റിക്കുക. R1ന്റെ സ്ഥാനത്ത് നിങ്ങൾ ഈ ടോട്ടൽ 8 സെന്റിമീറ്റർ എടുക്കരുത്. അത് 2 ചാർജുകളുടെ സെപ്പറേഷനാണ്. നമ്മളോട് ചോദിച്ചത് ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ചാർജിൽ നിന്ന് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ Q1 ഇത് എടുത്താൽ R1 എന്ന ഡിസ്റ്റൻസ് ഇത്രയേ എടുക്കാവൂ. അപ്പോൾ അത് 8ന്റെ ഹാഫ് ആയ 4 ആയിരിക്കും. അതുപോലെ Q2 എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ചാർജ് ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ R2 എന്ന് പറയുമ്പോൾ ആ ചാർജിൽ നിന്ന് വീണ്ടും നമ്മൾക്ക് കാണേണ്ട പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അവിടെ നിങ്ങൾ കൊണ്ട് 8 എഴുതരുത്, അത് ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും. അത് വീണ്ടും 4 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ V1ഉം V2ഉം കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ V പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. പൊട്ടൻഷ്യൽ ഈസ് എ സ്കാലാർ. വർക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? വർക്ക് കണ്ടുപിടിച്ചപ്പോഴാണ് പൊട്ടൻഷ്യൽ കിട്ടിയത്. വർക്ക് സ്കാലാറാണ്, അതുകൊണ്ട് പൊട്ടൻഷ്യലും ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. സ്കാലാർ ക്വാണ്ടിറ്റികളെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഡയറക്റ്റ് അങ്ങ് ആഡ് ചെയ്താൽ മതി. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഫോഴ്സ് വെക്റ്റർ ആണ്, അതിന് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നമ്മൾ കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ നമ്മൾ സ്കാലാറിനെ കുറിച്ച് പറയുമ്പോൾ ടോട്ടൽ V എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് മാത്രം എഴുതിയാൽ മതി? V1 + V2. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഈ 1/4πε0 എന്നുള്ളത് കോമൺ ടേം ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അതിന്റെ വാല്യൂ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കാറ് 9 × 10⁹ എന്നാ. ഏതിന്റെ വാല്യൂ? 1/4πε0യുടെ വാല്യൂ. പിന്നെയുള്ള എന്താണ്? ഇൻറ്റു Q1/R1 + Q2/R2. Q1/R1 പകരം 2 മൈക്രോയെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 10⁻⁻6 ഉണ്ടാകും. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 10⁻⁻2 ഉണ്ടാകും. പ്രോബ്ലംസ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് SI സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ചെയ്യുക അല്ലേ? അപ്പം മൈക്രോനെ കൺവേർട്ട് ചെയ്തപ്പോൾ 10⁻⁻6, ദെൻ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 10⁻⁻2 പ്ലസ് അടുത്തത് Q2/R2. Q2 എന്ന് പറയുന്നത് 4 മൈക്രോ. അപ്പോൾ അവിടെയും വന്നു 4 × 10⁻⁻6 ഡിവൈഡഡ് ബൈ വീണ്ടും ഈ ഡിസ്റ്റൻസ്, അത് വീണ്ടും വരുന്നു 4 × 10⁻².
ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ കോമൺ ആണ്, അതോടൊപ്പം ഈ 10ന്റെ പവേഴ്സ് കോമൺ ആണ്. അതൊക്കെ നമുക്ക് വീണ്ടും പുറത്തേക്ക് എടുത്താലോ എന്താ വരിക? 10⁻²ഉം -6ഉം കട്ട് ചെയ്താൽ 10⁻⁴ ഉണ്ടാവും അല്ലേ. അപ്പോൾ 9 × 10⁹ ഇൻറ്റു ഇവിടെ വരുന്നു 10⁻⁴, -2ഉം -6ഉം കട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ ഈ 4നെയും കൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പിന്നെ ഇവിടെ ബാക്കിയുള്ളത് 2 + 4 മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 2 + 4 എന്ന് വെച്ചാൽ 6. അപ്പോൾ ഇതെന്തൊക്കെയായി? 4ഉം 6ഉം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 3/2 എന്ന് വരും അല്ലേ. ഇത് ടോട്ടലി 6, ഇത് 4, അപ്പോൾ ഇത് 3ഉം 2ഉമായി. 9/2 എന്ന് പറഞ്ഞാൽ 4.5 ആണ്. 4.5 × 3 എന്ന് പറഞ്ഞാൽ അത് 13.5 ആണ്. ഇൻറ്റു 10⁻⁹ഉം -4ഉം, അപ്പോൾ അത് 10⁵ എന്നാകും ടോട്ടലി. അപ്പോൾ ഇതായിരിക്കും ആൻസർ. യൂണിറ്റ് വോൾട്ട് ആണ് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഏത് ചാർജ് അറേഞ്ച്മെന്റ് വന്നാലും ഞാനൊരു മോഡൽ കാണിച്ചു തന്നാണ്. ഇനിയിപ്പോൾ 3 ചാർജോ 4 ചാർജോ എത്ര വന്നാലും നമുക്ക് ഇത് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. പലപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. വളരെ സിമ്പിളാണ്. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങളിതൊരു തവണ ഒന്ന് സ്വന്തം എഴുതി നോക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതായിരുന്നു നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. A hollow sphere of radius 4 cm is given a charge of 20 microcoulomb and another hollow sphere of radius 2 cm is given a charge of 15 microcoulomb. What happens when they are connected using a metallic wire? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഒരു ഡയഗ്രം ഞാനിവിടെ കാണിച്ചിരിക്കുകയാണ്. 2 സ്ഫെറിക്കൽ ബോഡികളാണ് ഹോളോ സ്ഫിയേഴ്സ്, ചാർജ് ചെയ്ത 2 ബോഡികൾ. ഓക്കെ, ഒന്നിൻ്റെ ചാർജ് 20, അടുത്തതിൻ്റെ ചാർജ് 15 ആൻഡ് റേഡിയസ് ആർ ഓൾസോ ഗിവൺ. എന്നിട്ട് ഇവരെ ഒരു മെറ്റാലിക് വയർ യൂസ് ചെയ്ത് കണക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. ഇത് കാണുമ്പോൾ തന്നെ പലരും എന്താണെന്ന് പറയുക, വിചാരിക്കുക ചാർജ് ഇവിടെ 20, ഇവിടെ 15, ഇയാൾക്ക് ചാർജ് കുറച്ച് കൂടുതലുണ്ട് അല്ലേ, ഇയാളുടെ ചാർജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ചാർജ് കൂടിയ ഒരു ബോഡിയും ചാർജ് കുറഞ്ഞ ബോഡിയും വെച്ചിട്ട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? എല്ലാവരും എന്താണെന്ന് പറയുക, ആൻസർ പറയുക 20ൽ നിന്ന് 15ലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. കാരണം ഇവിടെ ചാർജ് കൂടുതലാണ്, ഇവിടെ ചാർജ് കുറവാണ്. അപ്പോൾ ചാർജിന്റെ ഒരു ഫ്ലോ ഇങ്ങോട്ടേക്ക് ഉണ്ടാകും. പക്ഷേ ആ ആൻസർ തെറ്റാണ്. ഇവിടെ ചാർജിന്റെ ഫ്ലോ നോക്കുമ്പോൾ ചാർജ് ഫ്ലോ ചെയ്യും, അത് ശരിയാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ചാർജ് ഫ്ലോ നടക്കുന്നത് ഹയർ ചാർജിൽ നിന്ന് ലോവർ ചാർജിലേക്ക് ആയിരിക്കില്ല. പകരം ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കായിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ചാർജിന്റെ ഫ്ലോ തീരുമാനിക്കുന്നത് പൊട്ടൻഷ്യലാണ്. ഏത് ബോഡിക്കാണ് പൊട്ടൻഷ്യൽ ഹയർ എന്ന് നോക്കണം. ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ് ചാർജ് ഫ്ലോ ചെയ്യുക. ഇത് തന്നെയാണ് ആക്ച്വലി ഓംസ് ലോയുടെയും കൺസെപ്റ്റ്. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അതൊന്ന് പറയാം. ഇതെല്ലാം കണക്റ്റഡാ, മനസ്സിലാക്കി വെച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ തന്ന ഡാറ്റകൾ ഉപയോഗിച്ച് ഈ 2 ബോഡികളുടെയും പൊട്ടൻഷ്യൽ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ പറയുമ്പോൾ ഒരു സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ നേരത്തെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിംഗിൾ ചാർജ് പറഞ്ഞ അതേപോലെയാണ് നമ്മൾ സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ എഴുതുക. അങ്ങനെയാണെങ്കിൽ ഈ സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ V1 = 1/4πε0, തൽക്കാലം ഞാൻ അതിനെ K എന്ന് വിളിക്കുകയാണ്, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്, ഇൻറ്റു Q/R. Q/R ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരിക? 20 × 10⁻⁻6 ഡിവൈഡഡ് ബൈ 4 × 10⁻². ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ എഴുതുമ്പോഴോ ഞാൻ അതിനെ V2 എന്ന് വിളിക്കുകയാണ്, ദാറ്റ് ഈസ് അഗെയിൻ K. അതവിടെയുണ്ട്. ചാർജ് ബൈ റേഡിയസ് കൊടുക്കുമ്പോഴോ എന്താ വരിക? 15 × 10⁻6 ഡിവൈഡഡ് ബൈ 2 സെന്റിമീറ്റർ, അപ്പോൾ 2 × 10⁻². ഓക്കെ, ഇതിൽ ഏതാണ് വലുത്? നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം? കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ടേം മാത്രം നോക്കുക, ബാക്കി എല്ലാ ടേമും രണ്ടിലും സെയിം ആണല്ലോ. ഇവിടെയുള്ള ഈ ടേം മാത്രം നോക്കുക. ഇവിടെ K ഉണ്ട്, 10ന്റെ പവേഴ്സ് രണ്ടിടത്തും സെയിം ആണ്. ഏതാണ് വലുത് ചെറുത് നോക്കുക. അപ്പോൾ 20/4 എന്ന് പറയുമ്പോൾ ഒരു 5 ആണ് ആൻസർ വരിക അല്ലേ. അതേസമയം 15/2 എന്ന് പറയുമ്പോൾ 7.5 ആണ് വരിക അല്ലേ. ഓ, വളരെ ക്ലിയർ. നോക്കൂ, V1 കണ്ടുപിടിച്ചാലും V2 കണ്ടുപിടിച്ചാലും V2 ആയിരിക്കും ലാർജ്.
കണ്ടോ? അപ്പൊ നമ്മൾ ചാർജ് മാത്രം നോക്കിയാൽ പോരാ. ചാർജ് ഇവിടെ 15 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചാർജ് ബൈ റേഡിയസ് ഡിസ്റ്റൻസ് എടുത്തിട്ട് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചപ്പോൾ മനസ്സിലായി രണ്ടാമത്തെ ഈ ചെറിയ ബോഡിക്ക് കുറഞ്ഞ ചാർജുള്ള ഈ ബോഡിയാണ് ആക്ച്വലി പൊട്ടൻഷ്യൽ വൈസ് ഹയർ. അങ്ങനെയാണെങ്കിൽ ഇവരെ കണക്ട് ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ചാർജ് ഫ്ലോ ചെയ്യുക. ഓക്കെ, എത്രത്തോളം ഫ്ലോ ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നത് വരെ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. തെറ്റിപ്പോകാൻ ഒരുപാട് ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ എൻട്രൻസിന് വരെ നമുക്ക് പല പ്രോബ്ലംസും ചെയ്യാൻ ആവശ്യമുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു, ചാർജിൻ്റെ ഫ്ലോ ഹയർ പൊട്ടൻഷ്യൽ ബോഡി ടു ലോവർ പൊട്ടൻഷ്യൽ ബോഡി. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. Write down the expression for the capacity of a parallel plate capacitor in terms of plate area and their separation. Raju found that the capacity of a parallel plate air capacitor is 10 microfarad. Find the capacity of it when he immersed the unit completely in a medium of dielectric constant 2.5. Okay. കപ്പാസിറ്റേഴ്സ് പല ടൈപ്പ് ഉണ്ട്. സ്ഫെറിക്കൽ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, സിലിണ്ടറിക്കൽ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള സെറാമിക് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ സിലബസിൽ മെയിനായിട്ട് വരുന്ന ഒരു ടൈപ്പ് കപ്പാസിറ്റർ ആയിരുന്നു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ആ ഐഡിയ പറയുന്നത് പോലെ തന്നെ രണ്ട് ചാർജ് ചെയ്ത പ്ലേറ്റുകളെ, ഷീറ്റുകളെ നമ്മളിങ്ങനെ പാരലായിട്ട് കീപ്പ് ചെയ്യും. ഒരു പ്ലേറ്റിന് പോസിറ്റീവ് ചാർജും രണ്ടാമത്തെ പ്ലേറ്റിന് നെഗറ്റീവ് ചാർജും കൊടുക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണ്, ഇങ്ങനെ രണ്ടാമതൊരു പ്ലേറ്റ് ആണ്. ഇതിന് നമ്മളൊരു പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നു. രണ്ടാമത്തെ പ്ലേറ്റിന് ഈക്വൽ എമൗണ്ടിൽ നെഗറ്റീവ് ചാർജും കൊടുത്താൽ, ഇത് ഗോസ് തിയറവുമായി ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റും കൂടിയാണ്. ഇങ്ങനെ വന്നാലുള്ള പ്രത്യേകത, ഈ പ്ലേറ്റുകളുടെ ഔട്ടർ റീജിയണുകളിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ആയിരിക്കും. ഈ ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ പ്ലേറ്റ്സിന്റെ ഇടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ നമുക്ക് ഡി എന്ന് വിളിക്കാം. ഡി. ഈ പ്ലേറ്റുകളുടെ ഏരിയ എ എന്നും കാണിക്കാം. ഇതൊരു പ്ലേറ്റ് ആണ്, വെറും ഒരു ലൈനായിട്ട് വിചാരിക്കരുത്. ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചതാണ്, കണ്ടോ, ഇങ്ങനെ വെച്ചതാണ്. നമ്മൾ അതിൻ്റെ എഡ്ജേ കാണുന്നുള്ളൂ. ആക്ച്വലി ഇതിങ്ങനെ നമ്മൾ ഫേസ് ചെയ്താൽ അതൊരു കംപ്ലീറ്റ് പ്ലേറ്റ് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ കാണാനും പറ്റും. അപ്പോൾ അതിൻ്റെ ഏരിയ ആണത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കപ്പാസിറ്റർ അറേഞ്ച്മെൻറ്റിൻ്റെ കപ്പാസിറ്റി ഇക്വേഷൻ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു ഡെറിവേഷനും കൂടിയാണ്, എക്സ്പ്രഷൻ മാത്രമായിട്ട് പഠിക്കേണ്ട ഒരു സിമ്പിൾ ഡെറിവേഷൻ കൂടിയാണ്. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. കപ്പാസിറ്റൻസ് കാണുന്ന ബേസിക് ഇക്വേഷൻ ആണ് C = Q/V. എവിടെയും നമ്മൾ കപ്പാസിറ്റൻസ് എഴുതുമ്പോൾ കപ്പാസിറ്റൻസിന്റെ ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ അതാണ്. കപ്പാസിറ്റൻസിന്റെ ഡെഫിനിഷൻ തന്നെ അതുമാണ്. Q/V എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ അവിടെ എഴുതുന്നത്. നമുക്ക് ഈ ഇക്വേഷനിൽ QV ഈ രണ്ട് ടേമുകളെ നമുക്കൊന്ന് മാറ്റാം. അതിനുവേണ്ടി മറ്റു ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതുകയാണ്. ഒരു ഏരിയ ഉള്ള ഒരു ഷീറ്റിലേക്ക് ചാർജ് കൊടുത്താൽ, ഗോസ് തിയറത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ വരുന്ന ചാർജ് ഡെൻസിറ്റി എന്നൊരു ടേമാണ് സിഗ്മ. ഇക്വേഷൻ ഇങ്ങനെയാണ് Q/A. അപ്പോൾ ഇതിൽ നിന്നും Q കിട്ടാൻ എന്ത് ചെയ്യണം? therefore Q is equal to, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സിഗ്മ ഇൻറ്റു എ. അപ്പോൾ ഇവിടെ നമുക്ക് ക്യൂവിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരു ടേം കിട്ടി, സിഗ്മ ഇൻറ്റു എ. അവിടെ നിൽക്കട്ടെ. ദെൻ മറ്റൊരു ടേം V ആണ്. V ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇയും അവരുടെ സെപ്പറേഷൻ ഡിയുമാണെങ്കിൽ പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷനാണ് V is equal to E into D. E into R എന്നും പറയാറുണ്ട്. ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കണേ. കുറേ ഇക്വേഷൻസ് വരുന്ന ചാപ്റ്ററാണ് കേട്ടോ. ഇക്വേഷൻസ് അറിയാതെ നമുക്കൊന്നും മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് ഒന്നിച്ച് വായിക്കുന്നതൊക്കെ നന്നാവും. അപ്പം പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണിത് E into D. ഇത് രണ്ടും നമ്മൾ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, സിമ്പിൾ ഡെറിവേഷൻ ആണ്. അപ്പോൾ ക്യൂവിന് പകരം കൊടുക്കാം സിഗ്മ ഇൻറ്റു എ ബൈ വിക്ക് പകരം കൊടുക്കാം E into D. E into D. അതേസമയം E എന്ന് പറയുന്നത് സിഗ്മ by epsilon 0 ആണ് എന്ന് നമ്മളോട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ this is again equal to numerator sigma into a divided by E എന്നുള്ളതിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സിഗ്മ by epsilon 0 into D.
അപ്പോൾ നമുക്ക് ഇവിടെ ഈ 2 സിഗ്മ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഡിനോമിനേറ്ററിന്റെയും ഡിനോമിനേറ്റർ ആയിട്ട് വന്ന എപ്സിലോൺ 0 അങ്ങ് കയറി മുകളിൽ പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു A epsilon 0 by D. This is the final equation. Capacitance പൊതുവെ എയർ കപ്പാസിറ്റർ ആണെങ്കിൽ, അതായത് ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ഈ ഫില്ല് ചെയ്തിരിക്കുന്നത് എയർ വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഫോർമുലയാണ് നമ്മളിങ്ങനെ വരിക. അതേസമയം ഇതിൻ്റെ മീഡിയം എയർ അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് മാത്രമാണ്. നമുക്കതിനെ സി എന്നോ അല്ലെ സി ഡാഷ് എന്ന് വിളിക്കാം. ഇക്വേഷൻ A epsilon 0 into epsilon r by D എന്നായിരിക്കും ഇക്വേഷൻ. ഇത് കോളംസ് ലോ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേം ആണ്. ആക്ച്വലി എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. അതിന് പല മീഡിയത്തിനും പല വാല്യൂ ആണ്. എയറിനുമുണ്ടൊരു വാല്യൂ, എയറിൻ്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് ആക്ച്വലി എയർ ആകുമ്പോൾ ഇവിടെ കാണുന്ന എപ്സിലോൺ ആർ 1 ഉണ്ട്, അത് നമ്മൾ എഴുതുന്നില്ല എന്ന് മാത്രം. അപ്പോൾ എയർ അല്ലെങ്കിലോ നമ്മൾ ആ എപ്സിലോൺ ആറും കൂടെ അവിടെ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് എയർ ആണെങ്കിൽ, അപ്പോൾ ഇതിനെ നമുക്ക് സി എന്നോ സി ഡാഷ് എന്നോ വിളിക്കുന്നതിന് പകരം ഇത് വേണമെങ്കിൽ സി എയർ എന്നും ഇതിനെ സി മീഡിയം എന്നും നമുക്കങ്ങ് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഒരു വാല്യൂ നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: എയർ ഫില്ല് ചെയ്ത കപ്പാസിറ്ററിന്റെ ഇങ്ങനൊരു വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നത് 10 മൈക്രോഫാരഡ് എന്നാണ്. 10 മൈക്രോഫാരഡ്. എന്നിട്ട് പറയുന്നു ഇതിനെ നേരെ ഈ യൂണിറ്റിന് നേരെ 2.5 റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉള്ള ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള, രണ്ടും ഒന്ന് തന്നെ. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉള്ള ഒരു മീഡിയത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയി അങ്ങ് ഇമ്മേഴ്സ് ചെയ്താൽ, അതിനങ്ങ് മുക്കി വെച്ചാൽ, അപ്പോൾ ഇവിടെയുള്ള എയറിന്റെ സ്ഥലത്തേക്ക് ആ ലിക്വിഡ് കയറി വരുമല്ലോ, ആ മീഡിയം കയറി വരുമല്ലോ. അപ്പോൾ എന്തായി മാറി? ഇതേ ഇക്വേഷനിൽ ഒരു എപ്സിലോൺ ആറും കൂടെ വേണ്ടി വരും. ഇത്രയും വാല്യൂ ആണ് നമുക്കിപ്പോൾ അറിയുന്നത് 10 എന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുകയാണ് 10ന്റെ കൂടെ എന്തും കൂടെ വരുന്നു, ഒരു എപ്സിലോൺ ആർ 2.5 കൂടെ വരുന്നുണ്ട്. സിമ്പിൾ കാൽക്കുലേഷൻ. അപ്പോൾ കപ്പാസിറ്റൻസ് എത്രയായിട്ട് മാറി? 25 മൈക്രോഫാരഡ് മാറും. അപ്പോൾ എത്ര കണ്ട് മീഡിയത്തിൻ്റെ എപ്സിലോൺ ആർ വരുന്നുണ്ടോ അതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും എന്നാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലൂടെ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. Obtain an expression for the energy stored in a capacitor. Raju charged this capacitor and he plotted a graph between charging potential and charge stored in the capacitor. The graph is shown in the figure. What does the area of the shaded portion of the graph represent? Okay, അപ്പോൾ വീണ്ടും കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട് വളരെ അധികം ചാൻസ് ഉള്ള, സ്ഥിരമായിട്ട് എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിൻ്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. ഓക്കെ, അത് ചെറിയൊരു ഡെറിവേഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്ന് ഡിഫൈൻ ചെയ്യാം. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസാണ്. എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ട്, അതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല, ഇതിൽ ചാർജ് 0യാണ്. നമുക്കിതിലേക്ക് കുറച്ച് ചാർജ് എക്സ്റ്റേണലി സ്റ്റോർ ചെയ്യാം. അങ്ങനെ കുറേശ്ശെയായിട്ട് നമ്മൾ അതിലേക്ക് ചാർജ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് അതിൻ്റെ ഒരു മാക്സിമം വരെ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുക. ആ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണ്ടേ? വർക്ക് ചെയ്താലല്ലേ ഇതിലേക്ക് ചാർജ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം അങ്ങനെയാണല്ലോ, വർക്കില്ലാതെ ഒരു പ്രോസസ്സ് നടക്കില്ലല്ലോ. അതുകൊണ്ട് ഇതിലേക്ക് ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ വർക്കാണ്. ആ വർക്കാണ് ഈ കപ്പാസിറ്ററിൻ്റെ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഡെഫിനിഷൻ തന്നെ അതാണ്. എനർജി ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു സ്റ്റോർ ചാർജസ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിലേക്ക് ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? എപ്പോഴും ഒരു കപ്പാസിറ്ററിലേക്ക് ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് എത്ര കണ്ട് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു ആ ബോഡിയുടെ പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ബോഡിയുടെ പൊട്ടൻഷ്യൽ, ചാർജിൻ്റെ ഒരു കണ്ടന്റാണ് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ചാർജ് നമ്മൾ കുറച്ച് കൊടുത്തു, അപ്പോൾ കുറച്ച് പൊട്ടൻഷ്യൽ കൂടി. വീണ്ടും ചാർജ് കൊടുക്കുകയാണ്. 2 കൂളംബ്, 4 കൂളംബ്, 6 കൂളംബ്, അങ്ങനെ നമ്മൾ ചാർജ് ഇങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചാർജിൻ്റെയും പൊട്ടൻഷ്യലിൻ്റെയും ടേംസിൽ വർക്കിനുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നു QV.
ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വർക്ക് പറയുക. അപ്പം പെട്ടെന്ന് ഡെഫിനേഷൻ വൈസ് ആലോചിക്കുന്നവർ ചിന്തിക്കും, ഓക്കെ വർക്ക് കിട്ടിയല്ലോ, അപ്പോൾ ഈ വർക്കാണോ എനർജി? ഇല്ല, നമുക്കൊരു ടോട്ടൽ വർക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് ചാർജും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു V എന്ന് പറയുന്ന ഈ ടേം, അതായത് വർക്ക് ഒരു വേരിയബിൾ വർക്കാണ്. ഓക്കെ, മാത്സിൻ്റെ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ഫിസിക്സിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു ഐഡിയ ആണിത്. പ്രത്യേകിച്ച് വർക്ക് കണ്ടുപിടിക്കുന്ന മിക്കവാറും സിറ്റുവേഷനുകളിൽ നമ്മൾ രണ്ട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ വർക്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ വർക്ക് വേരിയബിൾ ആയിരിക്കാം. വേരിയബിൾ വർക്കിൻ്റെ ടോട്ടൽ കാണുമ്പോൾ മാത്സിലുള്ള ഇൻ്റഗ്രേഷൻ എന്നൊരു ഐഡിയ നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അപ്പോൾ ഇവിടെയും വരുന്നൊരു പ്രശ്നം. കാരണത്തിൻ്റെ അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു തരുന്നു ഒന്നും കൂടെ. ചാർജ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആസ് ചാർജ് ഇൻക്രീസസ് പൊട്ടൻഷ്യൽ ഓൾസോ ഇൻക്രീസസ്. സോ ദിസ് Q ഇൻറ്റു V ഈസ് എ വേരിയബിൾ വേർ Q ഇൻറ്റു V ഈസ് ദ വർക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് വർക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ആ വർക്കിനെ ഒരു സ്മോൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പറയുകയാണ്, ഇതിലേക്ക് നമ്മൾ വളരെ ചെറിയൊരു ചാർജ് കൊടുത്തു, അതായിരുന്നു DQ. ഡി വീണ്ടും വന്നു ഡി ടേം അല്ലേ. ചെറുതിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എപ്പോഴും ഡി ടേം യൂസ് ചെയ്യുക. അപ്പോഴുണ്ടായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു V. അപ്പോഴുണ്ടായ സ്മോൾ വർക്കിനെ നമ്മൾ DW എന്ന് വിളിച്ചാൽ അത് Q ഇൻറ്റു V എന്ന് പറയുന്നതിന് പകരം DQ ഇൻറ്റു V എന്ന് പറയാം. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ആ V കാണിക്കുന്നത് എപ്പോഴും ഒരു ഡിഫറൻസാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്താ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ആയിരിക്കും. സോ ഇൻ്റഗ്രേഷൻ ഓഫ് DQV അല്ലെങ്കിൽ VDQ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് V എന്നുള്ളതിന് പകരം നമ്മൾ നേരത്തെ എഴുതിയിരുന്നു C ഈക്വൽ ടു Q ബൈ V. കപ്പാസിറ്റൻസിൻ്റെ ബേസിക് ഫോർമുലയാണ്. അങ്ങനെയാണെങ്കിൽ V എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങോട്ടും മാറ്റിയാൽ Vക്ക് പകരം നമുക്ക് കൊടുക്കാം Q ബൈ C ഇൻറ്റു DQ. ഈ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് വേണമെങ്കിൽ ഇനീഷ്യൽ ചാർജ് 0, ഫൈനൽ ചാർജ് ക്യാപിറ്റൽ Q. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ലിമിറ്റും കൂടെ അവിടെ കൊടുത്തേക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ബാക്കി എഴുതാം. നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കണം. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിവൈസിൻ്റെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 1/C നമുക്ക് പുറത്തേക്ക് എഴുതാം. പിന്നെയുള്ളത് ഇൻ്റഗ്രൽ QDQ, ഇൻ്റഗ്രൽ ഓഫ് QDQ ഫ്രം 0 to Q. QDQന്റെ ഇൻ്റഗ്രേഷൻ എന്താ? ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇൻ്റഗ്രൽ ഓഫ് x റൈസ് ടു n dx. ഇൻ്റഗ്രൽ ഇവിടെ എഴുതുന്നു ഞാൻ, ഇൻ്റഗ്രൽ x റൈസ് ടു n dx എന്ന് പറയുന്നത് x റൈസ് ടു n+1 ബൈ n+1 ആണ്. അതുപോലെ QDQ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി Q റൈസ് ടു 1 ആണ്. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ 1ൻ്റെ കൂടെ എഗെയിൻ ഒരു 1 ആഡ് ചെയ്യണം. അപ്പോൾ 1/C ഇൻറ്റു Q റൈസ് ടു 1+1 ബൈ 1+1. ഇതാണ് വർക്ക്. ഈ വർക്കിനെ വിളിച്ച പേരാണ് എനർജി ഓഫ് കപ്പാസിറ്റർ U. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. U എന്നാണ് എനർജിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ന്യൂമറേറ്ററിൽ Q² ഉണ്ട്. 0 to Q ലിമിറ്റ് കൊടുത്താൽ ഇത് നമുക്ക് അങ്ങനെയും കൂടെ വേണമെങ്കിൽ സ്റ്റെപ്പ് കൂടി നമ്മുടെ കാണിക്കാം. ചില വിചാരിക്കുന്ന ആ ലിമിറ്റ് എവിടെ പോയി എന്ന് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. 0 to Q. ലോവർ ലിമിറ്റ് 0 ആണെങ്കിൽ പലപ്പോഴും നമ്മളത് അപ്ലൈ ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ്. 0 to Q ദാറ്റ് ഈസ് ഈക്വൽ ടു 1/C ഇൻറ്റു അപ്പർ ലിമിറ്റ് Q² മൈനസ് ലോവർ ലിമിറ്റ് അത് അപ്ലൈ ചെയ്യുന്നില്ല, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇക്വേഷൻ എന്തായി? ദാറ്റ് ഈസ് ഈക്വൽ ടു Q² ബൈ C ഇൻറ്റു 2 ദാറ്റ് ഈസ് 2C. ഈ വർക്കിനെയാണ് നമ്മൾ എനർജി എന്ന് വിളിക്കുക. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി, U ഈക്വൽ ടു Q² ബൈ 2C. ഓക്കെ, അതിൻ്റെ അടുത്ത പാർട്ടിൽ ഒരു കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജും ചാർജും ഒരു ആക്സിസിൽ എടുത്തിട്ട് ഒരു ഗ്രാഫ് വരച്ചതിനെ കുറിച്ചും ഈ ഗ്രാഫിൻ്റെ ഏരിയയിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം എന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ എഴുതി ഉണ്ടാക്കിയ എനർജിയുടെ ഫോർമുല ഞാൻ ഒന്നും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് വീണ്ടും 1-2 മറ്റ് സ്ട്രക്ചറുകളും കൂടെ കാണാം. ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു Q. വീണ്ടും കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല നമ്മൾ വീണ്ടും എഴുതിയിട്ടിരിക്കുന്നു. C എന്ന് പറയുന്നത് Q ബൈ V. അപ്പോൾ Qവിന് പകരം നമുക്ക് CV എന്ന് കൊടുത്തൂടെ? അപ്പോൾ Q² എന്താ? C² V² ബൈ 2C. അപ്പോൾ നമുക്ക് ഒരു C അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ CV² ബൈ 2. ഇതും എനർജിയുടെ ഒരു ഇക്വേഷൻ ആണ്. ½ CV² എന്നും പറയാറുണ്ട്. അതാണല്ലോ CV² ബൈ 2.
തീർന്നില്ല, ഒന്നും കൂടെ നമുക്ക് മാറ്റി നോക്കാം. ദിസ് ഈസ് അഗൈൻ ഈക്വൽ ടു സിക്ക് പകരം ഞാൻ കൊടുക്കുകയാണ് Q/V. ഓക്കെ, അപ്പോൾ സിക്ക് പകരം കൊടുത്തു Q/V, then into V² divided by 2. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഒരു V കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? QV/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് QV എന്നും പറഞ്ഞൂടെ. അപ്പോൾ ഇത് എനർജിയുടെ മറ്റൊരു സ്ട്രക്ചറാണ്. ഇതെല്ലാം കാണിക്കുന്നത്, അപ്പോൾ ഞാൻ ബോക്സിലാക്കി വെച്ച 3 ഇക്വേഷൻസ് കാണാം. 3ഉം എനർജിയുടെ ഇക്വേഷനാണ്, 3ഉം ഒരേ വാല്യൂമാണ്. ഇനി ഞാൻ ഇങ്ങനെ എഴുതി എന്തിനാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ആക്സിസിൽ തന്നിരിക്കുന്നത് Qയും Vയും ആണ്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് BH ആണ്, ഹാഫ് BH. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ബേസിലുള്ള ക്വാണ്ടിറ്റി, ബേസ് കാണിക്കുന്നത് വീനിയ, അപ്പോൾ V ഇൻറ്റു H ഹൈറ്റ് കാണിക്കുന്നത് Qനിയ, അപ്പോൾ Q. നോക്കൂ, ഹാഫ് VQ ഹാഫ് QV. അപ്പോൾ ഈ ഏരിയ എന്തിന് ഈക്വലായി? എനർജിക്ക് ഈക്വലായി. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. Two capacitors C1 and C2 are connected in series. Derive an expression for the capacitance of the combination. ഓക്കെ, കപ്പാസിറ്ററിലെ മറ്റൊരു വളരെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റുന്ന മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾ പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്കിത് വെറുതെ ആയി പോവില്ല. പ്രോബ്ലം ചെയ്യാനോ ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ടാക്കാനോ ഒക്കെ പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ, ഞാൻ ആ ക്വസ്റ്റ്യനിൽ കാണാത്ത അല്ലെങ്കിൽ ചോദിക്കാത്ത 2 തരം കോമ്പിനേഷൻ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. കപ്പാസിറ്റേഴ്സിനെ നമുക്ക് സീരീസിൽ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ പാരലൽ കണക്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് പറയാം. ആദ്യം ഫസ്റ്റ് വൺ, സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ 3 കപ്പാസിറ്റേഴ്സ് എടുത്തിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. ഇത് 3 ഒരു ജനറൽ എക്സാമ്പിൾ ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2ഓ 4ഓ എത്ര നമ്പേഴ്സിലേക്കും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, 3 കപ്പാസിറ്റേഴ്സ് C1 C2 C3 ഇങ്ങനെ സീരീസിൽ നേർക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനൊരു ടോട്ടൽ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തു. ആ സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ആയിരുന്നു V. എല്ലാ സീരീസ് സർക്യൂട്ടിൻ്റെയും പ്രത്യേകത, അത് കപ്പാസിറ്റർ ആവട്ടെ, റെസിസ്റ്റർ ആവട്ടെ, ഇൻഡക്ടർ ആവട്ടെ, കപ്പാസിറ്റർ ഇൻഡക്ടർ കോമ്പിനേഷൻ ആവട്ടെ, സീരീസ് ആണോ കണക്ഷൻ, ഒരു കാര്യം ഉറപ്പിച്ച് മനസ്സിലാക്കുക, ആ സർക്യൂട്ടിലെ എല്ലാ ഡിവൈസിലെയും ചാർജ് അല്ലെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും. എല്ലാത്തിലും സ്റ്റോർ ചെയ്യുന്ന ചാർജ് അല്ലെങ്കിൽ എല്ലാത്തിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സീരീസ് ആണെങ്കിൽ എല്ലാവർക്കും അത് ഒരേ വാല്യൂ ആയിരിക്കും. അതേസമയം വോൾട്ടേജ്, നമ്മളെ സർക്യൂട്ടിന് എത്ര വോൾട്ടേജ് കൊടുത്തോ ആ വോൾട്ടേജ് ഓരോരുത്തർക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പലർക്കും പല വാല്യൂ കിട്ടുകയും ചെയ്യും. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഈസ് ഡിവൈഡഡ് എന്നുള്ളതാണ് സീരീസ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മളിപ്പോൾ ഒരു 10 വോൾട്ട് ബാറ്ററിയാണ് കൊടുത്തതെങ്കിൽ 10 വോൾട്ട് എന്നുള്ളത്, ഞാൻ വെറുതെ ഒരു വാല്യൂ പറയുകയാണ്, 10 വോൾട്ട് എന്നുള്ളത് ഇവിടെ വേണമെങ്കിൽ 2 വോൾട്ട് ആവാം, ഇവിടെ ഒരു 3 വോൾട്ട് ആവാം, ഇവിടെ ഒരു 5 വോൾട്ടും ആവാം. അങ്ങനെ 10 അങ്ങ് ഡിവൈഡ് ചെയ്തു പോകും. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഡിവൈഡ് ചെയ്ത വാല്യൂസ് എല്ലാം കൂടെ സമ്മപ്പ് ചെയ്താൽ ഈ ടോട്ടൽ കിട്ടുകയും വേണം. കാരണം ഈ 10 ആണ് സ്പ്ലിറ്റ് ചെയ്ത് പോയത്. 10 എന്നുള്ള ഈ വാല്യൂ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണ്ട. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ടോട്ടൽ വോൾട്ടേജ് ഈസ് V1 + V2 + V3. അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ എഴുതി, V ഈസ് ഈക്വൽ ടു V1 + V2 + V3. വീണ്ടും ഞാൻ കപ്പാസിറ്റൻസിന്റെ ഫോർമുല നിന്നു. നമുക്കറിയാം കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ഈസ് Q/V എന്നാണ്. നമുക്കിവിടെ വേണ്ടത് V ആ. അതിന് പകരം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടി V = Q/C. ആ വാല്യൂ ഇവിടെ എല്ലായിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, Vക്ക് പകരം കൊടുക്കുന്നു Q/C ഈസ് ഈക്വൽ ടു V1ന് പകരം, അപ്പോൾ നമ്മൾ V1ന് പകരം അപ്പോൾ നമ്മൾ Q1/C1 എന്ന് എഴുതണോ? വേണ്ട, Q1 എന്ന് എഴുതേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും ഒരേ Q. അവിടെ Q1 Q2 Q3 എന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി അടുത്തതിന് പകരം Q/Cന്റെ സ്ഥാനത്ത് കൊടുത്തു C1 പ്ലസ് അടുത്തതിൽ നമ്മൾ ഇതേ ഫോർമാറ്റ് തന്നെ, Q മാറുന്നില്ല, Q/C2 പ്ലസ് അടുത്തതിലും ഇങ്ങനെ തന്നെ Q മാറുന്നില്ല, Q/C3. ഇവിടെ നമുക്ക് Q ഒരു കോമൺ ടേം ആയിട്ട് പുറത്തെടുക്കാം. അതിനുശേഷം 2 Q അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എന്തേ ബാക്കിയുള്ളൂ? 1/C = 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇതിനാണ് നമ്മൾ ടോട്ടൽ എഫക്റ്റീവ് എന്നോ ടോട്ടൽ വാല്യൂ എന്നൊക്കെ നമ്മൾ പറയും.
അപ്പോൾ ഈ തരത്തിലാണ് കപ്പാസിറ്റേഴ്സിന്റെ സീരീസിന്റെ ഫോർമുല നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ 2 കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ ഇത് 2 മാത്രം എഴുതിയാൽ മതി. ഇനി എത്ര കൂടുതലുണ്ടോ അത്രയും നമ്മൾ ഈ 1/, വെച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് പോകണം. ഇതാണ് സീരീസിന്റെ എഫക്റ്റീവ് കാണുന്ന മെത്തേഡ്. ഓക്കെ, കപ്പാസിറ്റേഴ്സിന്റെ മറ്റൊരു തരം കണക്ഷനെയാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. ആ ഡയഗ്രാമാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ഒന്നിന് താഴെ അതിന്റെ താഴെയായി വരുന്ന തരത്തിൽ കപ്പാസിറ്റേഴ്സിന്റെ ബോത്ത് എൻഡ്സും പരസ്പരം ജോയിൻ ചെയ്യുന്ന കോമ്പിനേഷനെയാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയാം. എന്നിട്ട് അത് നമ്മൾ സർക്യൂട്ടിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയും നമ്മൾ വോൾട്ടേജ് ചാർജിനെ കുറിച്ചൊരു പ്രോപ്പർട്ടി പറയുകയാണ്. നേരത്തെ സീരീസിൽ നിന്ന് പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ട് പാരലലാണ് കണക്ഷൻ എങ്കിൽ അവരുടെ വോൾട്ടേജ് എല്ലാവർക്കും സെയിം ആയിരിക്കും. വോൾട്ടേജ് ഡിവൈഡ് ചെയ്യില്ല. പകരം ചാർജ് അല്ലെങ്കിൽ കറണ്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും വേറെ വേറെ പോവുകയും ചെയ്യും. എല്ലാ പാരലൽ കോമ്പിനേഷനും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറയുന്നു ചാർജ് ആണ് ഡിവൈഡ് ചെയ്തത്. ഈ 3 ചാർജും ഡിവൈഡ് ചെയ്തത് ഈ ടോട്ടൽ വാല്യൂവിൽ നിന്നാണ്. Q ആയിരുന്നു ടോട്ടൽ വാല്യൂ. അത് Q1ഉം Q2ഉം Q3യുമായി മാറി. അപ്പോൾ ഈ Q ആഡ് ചെയ്താൽ ഈ Q കിട്ടണമെങ്കിൽ ഈ 3 Q കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ Q എന്ന് പറയുന്നത് Q1 പ്ലസ് Q2 പ്ലസ് Q3. ഈ ഫസ്റ്റ് ഇക്വേഷൻ എഴുതാനങ്ങ് പഠിച്ചാൽ മതി. ബാക്കി പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ താനെ അങ്ങ് വന്നോളും ആൻസർ. നേരത്തെ നമ്മൾ എഴുതിയത് വോൾട്ടേജ് ഡിവൈഡഡ്. അപ്പോൾ V = V1 + V2 + V3. ഇവിടെ ചാർജ് ഡിവൈഡഡ്. അപ്പോൾ ചാർജ് = Q1 + Q2 + Q3. വീണ്ടും കപ്പാസിറ്റൻസിലേക്ക് തിരിച്ചു പോവാം. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് Q/V. Q കിട്ടാൻ C × V എന്ന് കൊടുക്കണം, ശരിയല്ലേ? അപ്പോൾ Qന് പകരം C × V. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ Q1ന് പകരം QC × V ആണെങ്കിൽ Q1 C1 V1 എന്ന് എഴുതണോ? വേണ്ട. V1 എന്ന് വേണ്ട, കാരണം എല്ലാവരുടെയും വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ Q1ന് പകരം എഴുതി C1V പ്ലസ് Q2ന് പകരം C2V, Q3ക്ക് പകരം C3V. ഇവിടെ നമ്മൾ V കോമൺ ടേം ഒരു ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുക്കുക, V രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ബാക്കി? C = C1 പ്ലസ് C2 പ്ലസ് C3. ഇനി 2 ആണെങ്കിൽ ഇത്ര നിർത്താം, 4, 5 ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ എത്ര വേണമെങ്കിലും കൂട്ടി പോവാം. ഇതാണ് പാരലൽ കോമ്പിനേഷനിൽ C എഫക്റ്റീവ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. കപ്പാസിറ്റൻസുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്, ശ്രദ്ധിക്കാം. You are given 2 capacitors of 2 μF and 3 μF. What are the maximum and minimum values of capacitance that can be obtained by combining them? ഓക്കെ, 2 ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് വാല്യൂസ് തന്നിരിക്കുകയാണ്. C1 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എഴുതാം 2 μF. C2 എന്ന് പറയുന്ന വാല്യൂ എഴുതാം 3 μF. ഇതിനെ കമ്പൈൻ ചെയ്താൽ മാക്സിമവും മിനിമവും എത്രയായിരിക്കും, അതെങ്ങനെയായിരിക്കും കമ്പൈൻ ചെയ്യുക? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 2 ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 കപ്പാസിറ്റേഴ്സ് മാത്രമാണെങ്കിൽ സീരീസ് കോമ്പിനേഷൻ നമ്മൾ പറയേണ്ടി വരും 1/C എഫക്റ്റീവ് = 1/C1 പ്ലസ് 1/C2. ഈ 1/, വെച്ച് ആഡ് ചെയ്യുമ്പം ആ വാല്യൂ, ആ റിസൾട്ട് ടോട്ടലി ചെറുതാവുകയാണ് ചെയ്യും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതേസമയം പാരലൽ വരുമ്പോഴോ C എഫക്റ്റീവ് എന്ന് പറയുന്നത് C1 + C2 ഡയറക്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ആഡ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ റിസൾട്ട് മാക്സിമം ആവുക. അപ്പോൾ കൺക്ലൂഷൻ ഇങ്ങനെയാണ്, മാക്സിമം റിസൾട്ട് കിട്ടണമോ ആ കപ്പാസിറ്റേഴ്സിനെ പാരലലായിട്ട് ഫിറ്റ് ചെയ്യണം. നോക്കാം, ഈ 2 കപ്പാസിറ്റേഴ്സും ഇങ്ങനെ പാരലലായിട്ട് ഫിറ്റ് ചെയ്താൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് 2 μF, ഇത് 3 μF. അപ്പോൾ ഇതിന്റെ C എഫക്റ്റീവ് എന്തായിരിക്കും? C എഫക്റ്റീവ് എന്ന് പറയുന്നത് 2 + 3, വെരി സിമ്പിൾ, 5 μF. അപ്പോൾ പാരലൽ വെച്ചപ്പോൾ ടോട്ടൽ വാല്യൂ 5 ആയേ. ഇനി ഇതേ കപ്പാസിറ്റേഴ്സിനെ സീരീസിൽ വെച്ചാലോ, 2 ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, 2 μF ആൻഡ് 3 μF. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതണം 1/C എഫക്റ്റീവ് = 1/2 + 1/3. കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് LCM എടുത്തോളൂ. 3 × 2 ഇങ്ങനെയല്ലേ, 3 + 2 ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 + 2 ന്യൂമറേറ്ററിൽ വരുന്നു, ബൈ 2 × 3. അപ്പോൾ ഇത് 3 ആയി. 3 + 2 എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 2 × 3 6. ഇതാണ് 1/C എഫക്റ്റീവ്. അപ്പോൾ എന്തായിരിക്കും C എഫക്റ്റീവ്? Therefore C എഫക്റ്റീവ് എന്ന് പറയുന്നത് 6/5 ആയി മാറും. നേരെ തല തിരിഞ്ഞു വരും അല്ലേ? 6/5 കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് 1.2 ആണ് ഉണ്ടാവുക, 1.2 μF. നോക്കൂ, അപ്പോൾ സീരീസിൽ വെച്ചപ്പോൾ 2ഉം 3ഉം കൂടെ ടോട്ടൽ വന്നപ്പോഴേക്ക് വെറും 1.2 ഉള്ളൂ. അതേസമയം 2ഉം 3ഉം പാരലൽ വെച്ചപ്പോൾ 5 ആയി. അപ്പോൾ എപ്പോഴും മാക്സിമം റിസൾട്ട് കിട്ടാൻ നമ്മൾ പാരലായിട്ട് വെക്കണം, മിനിമം റിസൾട്ട് കിട്ടാൻ അവരെ നമ്മൾ സീരീസ് ആയിട്ട് വെക്കണം. അപ്പോൾ ഇതാണ് കപ്പാസിറ്റേഴ്സിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ,
അപ്പോൾ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ പറഞ്ഞിരിക്കുന്നു. എല്ലാം നിങ്ങൾ ചെയ്യുക. കുറച്ചും കൂടി ഒരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പലപ്പോഴും ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റി. കുറച്ച് പ്രോബ്ലം വൈസിലാണ് പല ക്വസ്റ്റ്യൻസും പോകുന്നത്, കപ്പാസിറ്റീസിലൊക്കെ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പം തൽക്കാലം നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു, ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളിത് വാച്ച് ചെയ്തിട്ട് നിങ്ങളെ കമൻസൊക്കെ അറിയിക്കണം, ഷെയർ ചെയ്യണം, പരമാവധി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ ബൈ ബൈ.